ഹലോ, ഇറ്റ്സ് മീ അനിത നിബു. വെൽക്കം ടു AN വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ട്രാൻസ് വെജൈനൽ സ്കാനിനെ കുറിച്ചാണ്. ഈ ട്രാൻസ് വെജൈനൽ സ്കാനിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടെന്നല്ല, ഇങ്ങനൊരു സംഭവം പ്രഗ്നൻസി ടൈമിൽ ചെയ്യും എന്ന് അറിഞ്ഞത് ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിലാണ്. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റിൽ പ്രഗ്നൻസി ടൈമിലെ സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിൻ്റെ മുകളിൽ കൂടി ഈ ജെല്ലൊക്കെ പുരട്ടിയിട്ട് ചെയ്യുന്ന സംഭവമുണ്ടല്ലോ, നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ അറിവിൽ ഒരു സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇങ്ങനെ നമ്മളെ വെജൈനൽ ഏരിയ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്കാൻ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, നമ്മുടെ വെജൈനൽ ഏരിയയ്ക്കും ട്രാൻസ്ഡ്യൂസർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അറിയുന്നത് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ്. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടി ജെല്ലൊക്കെ പുരട്ടി ആണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു 3 മന്തിന് ശേഷം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കുഞ്ഞിൻ്റെ കുഞ്ഞെവിടെ, അതായത് സംടൈംസ് എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒക്കെ കേസിൽ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുണ്ടായിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ് വെജൈനൽ സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കൂടുതലായിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ, നമ്മുടെ ഹെൽത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ട്രാൻസ്ഡ്യൂസർ എടുത്തിട്ട് ഇതാണ് നമ്മൾ വെജൈനൽ ഏരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പോലെ എത്ര പേരുണ്ടാകും എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും അവരൊക്കെ വളരെ കൂളായിട്ടാണ് അതിനെ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവത്തിന് ഞാൻ ഫേസ് ചെയ്യാൻ പോയത് കൊണ്ടായിരിക്കാം ഒരു ടെൻഷൻ വന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഫസ്റ്റ് ടൈം ചെയ്തവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് മാത്രമാണ് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, അത് ചെയ്തപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് വരാൻ കാരണം എൻ്റെ പേടി തന്നെയാണ്. ഈ സംഭവം ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഡ്യൂസറൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി. അയ്യോ, ഇതാണോ കയറ്റാൻ പോകണം എന്നുള്ള രീതിയിൽ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതെന്തിനാണ് ചെയ്യുന്നത് എന്നെനിക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നോട് പറഞ്ഞു, മോളെ ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് എവിടെയാണ്, കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊരു പ്രഗ്നൻസി ആണോ ഇത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇത് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മോളെ ആണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്കാൻ ഇപ്പം നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ, നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ വന്നാൽ ആർക്ക് നമ്മളെ ഫോഴ്സ് ചെയ്തൊരിക്കലും ഈ സ്കാൻ ചെയ്യിക്കാൻ പറ്റില്ല. ആ ഡോക്ടറിനെ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം നമ്മളോട് ഒരു പെർമിഷൻ ലെറ്റർ പോലെ ഉണ്ട്. അതായത് നമുക്കിത് ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ ആണ്, ഈ ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്യാൻ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവരിത് ചെയ്യുള്ളൂ. ഒരിക്കലും ആരും നമ്മളിത് കമ്പൽ ചെയ്ത് നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആരും നമ്മളെ കൊണ്ടിത് ചെയ്യിക്കില്ല. പക്ഷേ നമ്മുടെ ഡോക്ടറാണെങ്കിലും നമ്മുടെ വീട്ടുകാരാണെങ്കിലും ഇത് നമുക്ക് മനസ്സിലാക്കി തരും. ഇത് ചെയ്യണം, ഇത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ. പക്ഷെ ആർക്കും നമ്മൾ ഇത് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ പേടിച്ചിരുന്ന് കരയായിരുന്നു. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എന്നിങ്ങനെ മോളെ ഇതെങ്ങനെയെങ്കിലും ചെയ്യ്, നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഡോക്ടറെ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ്, മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇത് അത്ര പെയിൻഫുൾ പ്രോസസ്സല്ല. പക്ഷേ മോൾ പേടിച്ച് കഴിഞ്ഞാൽ, നെർവസ് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ ആദ്യം പിടിച്ച് നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ നമ്മൾ ടൈറ്റനാക്കി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ കയറ്റുമ്പോൾ പെയിൻ അനുഭവപ്പെടും. അതവർ പറയുന്നത് ശരിയാണ്. നമ്മൾ ബലം പിടിച്ചിരിക്കുമോ
നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല പെയിനായിരിക്കും. അതേസമയം റിലാക്സ്ഡായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, റിലാക്സ്ഡായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു പെയിൻഫുൾ അല്ലാത്ത രീതിയിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയൊക്കെ ആരൊക്കെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് പകുതിയോളം തന്നെ ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ കിടന്ന കരഞ്ഞു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്യണ്ട, ഇന്ന് നമുക്ക് ചെയ്യണ്ട. അപ്പോൾ ഓർക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8 മണി, രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്, ഡോക്ടറെ കാണാൻ പറ്റിയത് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒക്കെ ആയപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞാനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഡോക്ടറിനെ കണ്ടിട്ട് ഈ ഒരു പ്രൊസീജിയറിന് ഞാൻ സമ്മതിക്കാതെ ഇറങ്ങിപ്പോരുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കാരണം ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഞാൻ കാരണം എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നലും, പക്ഷെ നമുക്കിത് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒപ്പം വന്ന ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കി, ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളൊന്ന് റിലാക്സ്ഡ് ആവട്ടെ. ഒന്നാമത്തെ കാര്യം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയുമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3-4 ദിവസം മോള് മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ഈ ഒരു സ്കാനിനെ കുറിച്ചൊക്കെ നല്ലോണം പഠിച്ചിട്ട് വരിക, ഒരു കുഴപ്പമില്ല, സിമ്പിൾ പ്രൊസീജിയറാണ്, പെയിൻലെസ്സാണ്, അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. ഡോക്ടർ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നാൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല. ഡോക്ടർ ഒന്നും വേണ്ട, ഇനി ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ഒരു 3-4 ഡേയ്സ്, എന്നിട്ടൊരു 4 ദിവസം കഴിഞ്ഞിട്ടൊരു ഡേറ്റ് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ ഒരു 4 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ തന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ അന്നത്തെ പോലെ തന്നെ അതേ സെയിം ടൈം രാവിലെ പോകുന്നു, വെയിറ്റ് ചെയ്യുന്നു, അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിരിക്കുകയാണ്. ഡോക്ടറിനെ കണ്ട് അന്നും എനിക്ക് നല്ല പേടിയുണ്ട്. റിലാക്സ്ഡ് ആയിട്ടൊന്നുമല്ല ഞാൻ അന്ന് ഫേസ് ചെയ്തത്. പക്ഷേ എൻ്റെ മൈൻഡിൽ തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം, പിന്നെ എൻ്റെ ഡോക്ടറിൻ്റെ മുഖം. അതൊക്കെ ഓർത്തപ്പോഴത്തേക്കും ഇന്നെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ബുദ്ധിമുട്ട്, കാരണം ഞാൻ കാരണം ആ ഡോക്ടറും ബുദ്ധിമുട്ടാണ്, എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ടെൻഷൻ അടിച്ച് എല്ലാവർക്കും അതൊരു ഇഷ്യൂ ആണ്. ഞാനിങ്ങനെ ഒരു തലവേദന പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേദന എടുക്കും എന്നുള്ളൊരു പേടി ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഒട്ടും റിലാക്സ്ഡ് ആയിട്ടൊന്നും അല്ല ഞാൻ ആ സ്കാനിന് വേണ്ടി കിടന്നു കൊടുത്തത്. എന്നിട്ട് അത് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഇൻസേർട്ട് ചെയ്യാൻ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അസിസ്റ്റൻ്റായിട്ടൊരു ലേഡിയും ഒരു നേഴ്സും ഡോക്ടർ, ഒരു 3 പേരുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ കരച്ചിലിട്ട് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ്. കാരണം അതാണെങ്കിൽ ഒരു പ്രഗ്നൻസി മാത്രം നോക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ IVF ട്രീറ്റ്മെൻറ്റ്, IUI അതൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ അവർ ഡെയിലി എന്നെക്കാളും ചെറിയ പെൺകുട്ടികളും പ്രഗ്നൻ്റ് ആയിട്ട് വന്നവരും അതുപോലെ IVF ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരെയും ഒക്കെ കാണുന്നവരാണ് ഈ നേഴ്സാണെങ്കിലും അസിസ്റ്റൻ്റ് ആണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇതിനോടുള്ളൊരു സമീപനം കണ്ടപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും അത്ഭുതമായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, മോളെ ഇങ്ങനെയൊന്നും ആവരുത്, ഇത്രക്കൊന്നും നെർവസ് ആവരുത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പ്രഗ്നൻസിയുടെ പല കാര്യങ്ങളും മോളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ഇവരെ ഉപദേശിച്ചു. അന്ന് സ്കാൻ ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ബേബിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്, പൊസിഷനിങ് ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ട്രാൻസ്വജൈനൽ സ്കാൻ ഫേസ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ, ഇപ്പം നമുക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഈ പീരീഡ്സ് ഇറഗുലർ ആകുന്ന മീൻസ് പഴയ രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കാണിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു ടെൻഷനാണ്. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ പോയി കാണുക എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വരുന്നത് അയ്യോ ഇനി ട്രാൻസ്വജൈനൽ സ്കാൻ ഇനിയും ചെയ്യില്ലേ അവർ.
അതാണ് എൻ്റെ മൈൻഡിൽ വരുന്നൊരു ടെൻഷൻ. ഇപ്പോഴും എനിക്കതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ പ്രഗ്നൻസിയിൽ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കും ഇതിനെ പേടിക്കുന്ന, ഇത് ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ പരിചയത്തിലുള്ള മോസ്റ്റ് ഓഫ് ആളുകളും ഇതിന് ഒരു കുഴപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു ആളുള്ളൂ എന്നെനിക്ക് തോന്നിപ്പോയപ്പോൾ. എന്തായാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതിനൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തവർ, പ്രഗ്നൻസി ടൈമിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തവർ, ഇപ്പോഴും അതിനെ പേടിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനിയൊരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം പേടിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്, ഈ ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ. പക്ഷേ എത്രയൊക്കെ നമുക്കിത് പേടിയാണ് എന്ന് പറഞ്ഞാലും ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് ചെയ്തിരിക്കണം. കാരണം പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസിയൊക്കെ ഡിറ്റക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവന് തന്നെയാണ് പിന്നീട് ആപത്തായിട്ട് വരുന്നത്. അപ്പോൾ അത് ചെയ്യുക, അത് ഒഴിവാക്കാതിരിക്കുക. ഒരു ഫസ്റ്റ് 3 months നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ അവരെ അബ്ഡോമിനലായിട്ട് ജെല്ലൊക്കെ തേച്ച് അവർ ചെയ്തോളും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ, പാർട്ട് ഓഫ് പ്രഗ്നൻസി. പിന്നെ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും, പിന്നെ ഇതൊക്കെ ഒരു പെയിനാണോ? നോർമൽ ഡെലിവറിയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരെന്തോരം പെയിൻ അനുഭവിക്കുന്നുണ്ട്, എന്താണ് എത്ര മണിക്കൂർ ഡെലിവറി പെയിൻ അനുഭവിച്ചാണ് കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊക്കെ എന്ത് പെയിനാണ്? ഈ IVF ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ എന്തോരം വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ ഈ ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷെ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും ഒരുപോലെ അല്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പം നമുക്ക് വേദനയുള്ള ഒരു കാര്യം വേറൊരാൾക്ക് വേദന തോന്നണം എന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേദന സഹിക്കാനുള്ള കഴിവുണ്ടാവും. ചിലർക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവാം. അപ്പോൾ നമുക്ക് ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഡിഫറെൻ്റാണ്. ചിലവർക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ തന്നെ അത് ഫേസ് ചെയ്ത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മോസ്റ്റായിട്ടുള്ള ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവർ, ട്രാൻസ്വജൈനൽ സ്കാനിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ ഹസ്ബൻഡ്സ് അവരെ സപ്പോർട്ട് ചെയ്യുക, വീട്ടുകാരവരെ സപ്പോർട്ട് ചെയ്യുക, കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അത് ചെയ്യാൻ, ആ ഒരു വജൈനൽ സ്കാൻ ചെയ്യാനായിട്ട് അവരെ റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ട്രാൻസ്വജൈനൽ സ്കാൻ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് അതുപോലെ തന്നെ വീട്ടുകാർ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. പേടിയാണ് എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയിട്ട് അവർ മൈൻഡ് ഓക്കെ ആയിട്ട് അവരെ സ്ട്രെസ് ഫ്രീ ആക്കുക. അപ്പോൾ തന്നെ അവർക്ക് വേദനയൊന്നും ഇല്ലാതെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ നമ്മൾ ഈ ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, ഈ വന്ധ്യത അനുഭവിക്കുന്ന ആളുകൾ അവർക്കും ചെയ്യും. അതായത് അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ട്രാൻസ്വജൈനൽ സ്കാൻ അവർക്ക് ഒരു തവണയല്ല ഒരുപാട് തവണ അത് ഫേസ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അവരിത് ചെയ്യാൻ പറയും. അപ്പോൾ അവർക്കിത് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ മെനോപോസിന് ശേഷം, മെനോപോസ് സംഭവിച്ചതിന് ശേഷം ബ്ലീഡിങ് വരികയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യും. അപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു പീരീഡിൽ മാത്രമല്ല, PCOS ഉള്ളവർക്ക്, അതുപോലെ ഈ വന്ധ്യതാ പ്രശ്നങ്ങളുള്ളവർക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ മെനോപോസിന് ശേഷം ബ്ലീഡിങ് വരുന്നവർക്കൊക്കെ നമ്മൾ ഈ ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഈസി ആയിട്ടായിരിക്കില്ല ഇതിനെ ഫേസ് ചെയ്യുന്നത്. എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എൻ്റെ ഒപ്പം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ അപ്പോഴും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇങ്ങനെയുള്ള സ്കാനുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെല്ലാം, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതല്ല ഈ ട്രാൻസ്വജൈനൽ സ്കാൻ. പ്രഗ്നൻസി ടൈമിൽ ഇത് ചെയ്യുമ്പോൾ
നമുക്കൊരു അതായത് കുഞ്ഞിനോ നമുക്കോ ഒരു ദോഷവുമില്ല. കാരണം ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സൈഡ് ഇഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനുണ്ടാവില്ല. അപ്പോൾ അതോർത്തും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആയിട്ട് ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യാൻ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന, അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം കേട്ടിട്ട് ഇത്രയ്ക്ക് വേദനയുള്ളൊരു കാര്യമാണോ എന്നാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യത്തിനും ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ കൂടെയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.